നടൻ ഷൈൻ ടോം ചാക്കോ പലതവണ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി പോലീസിന്റെ എഫ്ഐആർ. ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച ഷൈനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഈ മാസം 21, 22 തീയതികളിൽ ഷൈൻ വീണ്ടും ഹാജരാകണമെന്നും പോലീസ് അറിയിച്ചു. ലഹരി ഉപയോഗത്തിനും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് ഷൈനെതിരെ കേസുള്ളത്. ഇക്കഴിഞ്ഞ 17-ാം തീയതി ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയത് മുതൽ ഷൈൻ ടോം ചാക്കോ നടത്തിയ നാടകീയത ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നതിലുമുണ്ടായി. ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ മുൻപേ ഷൈൻ ടോം ചോദ്യം ചെയ്യലിന് ഹാജരായി. 4.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ നടനെതിരെ ലഹരി ഉപയോഗത്തിനും ലഹരി ഇടപാടിനുള്ള ഗൂഢാലോചനയും അടക്കമുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തി. ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് സമ്മതിച്ചതോടെയാണ് കേസെടുക്കുന്നതിലേക്കും അറസ്റ്റ് നടപടികളിലേക്കും പോലീസ് കടന്നത്. ഇടപാടുകാരുമായുള്ള ഷൈനിന്റെ ബന്ധം ഉറപ്പിക്കുന്ന ഫോൺ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ ACP C ജയകുമാർ, നർക്കോട്ടിക് ACP KA അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. NDPS ആക്ട് 27B, 29, BNS 238 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 32 ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയാണ് ചോദ്യം ചെയ്യലിനായി നോർത്ത് പോലീസ് തയ്യാറാക്കിയത്. അളവിൽ കവിഞ്ഞ മെത്താഫെറ്റമിൻ ഉപയോഗിച്ചിരുന്നതായി ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീനയുമായും ലഹരി ഇടപാടുകാരൻ സജീറുമായും ബന്ധമുണ്ടെന്നും സംബന്ധിച്ചു. ഹോട്ടൽ മുറിയിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങിയോടിയത് പോലീസിനെ ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് ആദ്യം പറഞ്ഞ ഷൈൻ പിന്നീട് പല കാര്യങ്ങളും തുറന്ന് സമ്മതിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹോട്ടലിൽ മുറിയെടുത്തത് കൂട്ടുകാരനുമൊത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനായിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയത്. നടൻ ഓടി രക്ഷപ്പെട്ടത് തെളിവ് നശിപ്പിക്കാനാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഷൈൻ ഉൾപ്പെട്ട ലഹരി കേസിൽ 2 പ്രതികളാണുള്ളത്. സുഹൃത്ത് അഹമ്മദ് മുർഷാനെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ദിവസം ലഹരി കൈവശം വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഷൈൻ്റെ മറുപടി. നടി വിൻസി അലോഷ്യസിന്റെ പരാതി വ്യാജമാണെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം ആശുപത്രിയിലെത്തിച്ച് നടന്റെ രക്തം, നഖം, മുടി എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ഷൈൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും പോലീസ് വിളിച്ചു വരുത്തി. ഷൈൻ ലഹരി ഉപയോഗിച്ചോ എന്ന കാര്യം അറിയില്ലെന്ന് സഹോദരൻ ജോൺ ചാക്കോ. എനിക്കറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരാം, ഞാൻ ചാനൽ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ചാനൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാൻ വന്നതാണ്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. കേബിൾ TV കട്ട് ചെയ്തു, അപ്പൻ സാമ്പത്തിക ഞെരുക്കം കാരണം കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ന്യൂസൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. തുടർന്ന് മാതാപിതാക്കളുടെ ജാമ്യത്തിൽ ഷൈനെ വിട്ടയച്ചു. കുറ്റം തെളിഞ്ഞാൽ 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഷൈനെതിരെ ചുമത്തിയിട്ടുള്ളത്. തെളിവ് ശേഖരിച്ച് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഷൈനെതിരെ കുരുക്കുമുറുക്കാനാണ് പോലീസ് ശ്രമം. വരാനിരിക്കുന്ന പരിശോധനാ ഫലങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച ഹാജരാകാൻ ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.